വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ടുഡേ വി ആർ ഇൻ മലേഷ്യ. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ക്വാലാലംപൂർ ആണ്. ഫ്ലൈറ്റ് കഴിഞ്ഞ് ഹോട്ടലെത്തി നേരെ തന്നെ പുറത്തേക്ക് ഇറങ്ങി ടു സീ ബാത്തു കേവ്സ്. നിങ്ങൾ മലേഷ്യ പോയാൽ ഡോണ്ട് മിസ് ദിസ് പ്ലേസ് ബിക്കോസ് ദിസ് പ്ലേസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ഇതാണ് ബാത്തു കേവിന്റെ എൻട്രൻസ്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ മുരുകന്റെ സ്റ്റാച്ചുവും പിന്നെ കേവും ആണ്. ഈ കാണുന്ന മുരുകന്റെ സ്റ്റാച്ചു ആയിരുന്നു 2022 വരെ ലോകത്തിലെ ഏറ്റവും വലിയ മുരുകന്റെ സ്റ്റാച്ചു. ഇത് ഏകദേശം 140 അടി ഉയരമാണ്. ബട്ട് 2022 സേലത്ത് പണി കഴിഞ്ഞ മുരുകന്റെ സ്റ്റാച്ചു ആണ് ഇപ്പൊ ഏറ്റവും ഉയരം കൂടിയെന്നാണ് കേട്ടത്. അത് ഏകദേശം 146 അടിയാണ് പൊക്കം. ആ പുറകെ കാണുന്ന പാറ മുഴുവൻ ലൈം സ്റ്റോൺ ആണ് പോലും. ബാത്തു എന്ന് വെച്ചാൽ റോക്ക് എന്നാണ് അർത്ഥം. സോ ബാത്തു കേവ് റോക്ക് കൊണ്ടുള്ള ഗുഹ എന്നായിരിക്കും അർത്ഥം. ഇതിനുള്ളിൽ കുറെ അമ്പലങ്ങളും ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു തമിഴ്നാട്ടിൽ ചെന്നൊരു ഫീലാണേ. ടെമ്പിൾസിനുള്ളിലും പിന്നെ ഷോപ്സും ഒക്കെ നടത്തുന്നത് തമിഴിയൻസ് ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് മലേഷ്യയിലെ നല്ലൊരു മെജോറിറ്റിയും തമിഴിയൻസ് ആണെന്ന്. അവരുടെ 3 മെയിൻ ലാംഗ്വേജസിൽ ഒന്ന് തമിഴാണെന്ന്. സോ ഇൻട്രസ്റ്റിംഗ് അല്ലേ? അതെ ഗൈസ്, ആ കാണുന്ന പടി മുഴുവൻ കയറി അകത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് മെയിൻ കേവും ടെമ്പിളും എല്ലാം കാണാൻ പറ്റുന്നത്. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിസ് പ്ലേസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. നേച്ചറും സ്പിരിച്വലും എല്ലാം കൂടെ കമ്പൈൻ ആയിട്ടുള്ള ഒരു സ്ഥലം. മുരുകന്റെ ഈ സ്റ്റാച്ചുവും പുറകെയുള്ള പാറയൊക്കെ കൂടെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. സോ ഇനി നമുക്ക് പടി കയറാം. ഇവിടെ വരുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡ്രസ്സിംഗ് ആണ്. ഷോൾഡറും നീസും കവർ ആവുന്ന ഡ്രസ്സ് മാത്രമേ ഇവിടെ അലോ ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടുന്ന് സ്കാർഫ് മേടിച്ച് നമുക്ക് ഉടുത്ത് കയറേണ്ടി വരും. 280 പടിയോ ഇതൊക്കെ കേറാനുള്ളതാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് 280 പടിയോളം അവിടുന്ന് കയറാനുണ്ടെന്ന്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ കാവടിയും നേർച്ചകളും എല്ലാം ഉണ്ട്. ഇവിടെ വരുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മങ്കീസിന്. ഒരുപാട് മങ്കീസ് ഉണ്ട്. സോ നിങ്ങളുടെ ബിലോങ്ങിങ്സ് സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ അവരതും കൊണ്ട് പോകും. ഇതെന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല. I'm sweating so badly. ഇനിയും കുറേ പടി കയറാൻ കിടക്കുവാ. കുത്തനെ കിടക്കുന്ന പടിയായിരുന്നോണ്ട് കയറാനായിട്ട് കുറച്ച് പാടായിരുന്നു. കൂട്ടത്തിൽ നല്ല ചൂടുണ്ട്. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിലെത്തി. ഈ ടോപ്പിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കുന്ന അമ്പലത്തിലെ മടിയണ്ടിയൊക്കെ കേൾക്കുന്നുണ്ട്. ഈ കേവ് കാണുമ്പോൾ എനിക്ക് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഒക്കെയാണ് ഓർമ്മ വരുന്നത്. മറ്റേ ഗുണ കേവ് ഒക്കെ പോലെ. അങ്ങനെ തോന്നില്ലേ? ഇതാണ് ഇവിടുത്തെ മെയിൻ ടെമ്പിള്. ഇതിനുള്ളിൽ കയറിയപ്പം എല്ലാ നാഷണാലിറ്റീസിനും അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ നാഷണാലിറ്റീസും എല്ലാ കാസ്റ്റും. അങ്ങനെ ഇന്ന കാസ്റ്റ് കയറാം അങ്ങനെയൊന്നുമില്ല. അവിടെ എല്ലാവർക്കും അലൗഡാണ്. അമ്പലത്തിൽ കയറിയപ്പോ അവര് കുറിയൊക്കെ തൊട്ടുവന്നു. അവിടുത്തെ ഒരു ഇതുപോലെ നമ്മള് ചെല്ലുമ്പോ തന്നെ കുറിയൊക്കെ തൊടുന്നു. സോ ദിസ് ഇസ് പ്രീതി. ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായ ക്രൂ ആണ്. ഇവളുമായിട്ടാണ് ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങിയത്. ഇനിയും പടി കയറാനുണ്ട് ഗായ്സ്. ഇനി ഇതിന്റെ മുകളിൽ വേറെയും അമ്പലങ്ങൾ ഉണ്ടാന്നാണ് കേട്ടത്.
ഇതിന്റെ ടോപ്പ് ഓപ്പൺ ആണ് ആൻഡ് ഇറ്റ് ലുക്സ് സോ ഗുഡ്. ആൻഡ് അങ്ങനെ മുകളിലെത്തി ആൻഡ് ഹിയർ ഇസ് എ നെക്സ്റ്റ് ടെമ്പിൾ. എന്താ അല്ലേ, ഒരു വലിയ ഗുഹയും അതിനുള്ളിൽ കുറേ അമ്പലങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ. ആക്ച്വലി നിങ്ങൾ മലേഷ്യയിൽ വന്നാൽ ഉറപ്പായിട്ട് ഈ സ്ഥലത്ത് വരണം. ഇത് കാണാനായിട്ട് നല്ല രസമുണ്ട്. ഈ സ്ഥലവും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും എല്ലാം നല്ല രസമുണ്ട്. ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള് താഴേക്ക് പോകാം. അങ്ങനെ കേറാൻ പറ്റില്ലെന്ന് കരുതിയിരുന്ന കേറി ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പൊ ഇത് കണക്ക് വീണ് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാകും. നേരെ താഴത്തെത്തും, ഒരു ഇടത്ത് നിക്കത്തില്ല. ടോപ്പിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ കുറേ കുരങ്ങന്മാരും. ഇവിടുത്തെ കുരങ്ങന്മാർക്കൊക്കെ ശീലമായിട്ടാണോന്നറിയില്ല, ഇവരെല്ലാവരെയും കൂടെ പോസ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് പിക്ചർ എടുക്കാനായിട്ടൊക്കെ. ദേ ഒരു കുരങ്ങൻ കുഞ്ഞു കുരങ്ങനെയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഇവിടെ ഒരു കുരങ്ങൻ ഇരിക്കുന്ന നോക്കിയേ. ഇതിനൊരു സ്ഥലവും കിട്ടിയില്ല. അത് ഇരിക്കുന്ന എവിടെയാണെന്ന് നോക്കിയേ, പാവം. അങ്ങനെ ഇപ്പം ഞാൻ താഴത്തെത്തി. ആക്ച്വലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ നെക്സ്റ്റ് എന്തായാലും കോലാലംപൂരിലെ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. അങ്ങനെ ബാത്തു കേവിന്റെ അകത്തൊക്കെ കയറി കണ്ടു. അതെല്ലാം കഴിഞ്ഞിപ്പോ ഇറങ്ങി. വൺ ഓഫ് മൈ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ ബാത്തു കേവിൽ പോകണം. എസ്പെഷ്യലി ദിസ് മുരുകൻ. ഇത്രയും ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്ചു മുരുകന്റെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം അതിന് മുമ്പ് തന്നെ ബാത്തു കേവ് കാണണം, ഈ സ്റ്റാച്ചു കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി. ബൈ ബൈ.